Hi guys, welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ നമ്മുടെ പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞല്ലേ. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. ജൂലൈയിലാണ് പരീക്ഷ വരുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മേഖലകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് ഈ ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. മേഘങ്ങളെ പറ്റിയും മേഘങ്ങളുടെ വിവിധ ടൈപ്പുകളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും. ഇത് PSC റിപ്പീറ്റഡ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ്ങിലാണെങ്കിലും ടേബിൾ ഫോർമാറ്റിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ എന്താണ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് എന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കിയാലോ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ ഒരു ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് 0.0001 സെന്റിമീറ്ററിലും താഴെയായിരിക്കും. അത് നിങ്ങളൊന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ജലഗണികളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് അല്ലേ. അപ്പോൾ ഇത്രയും ചെറിയ ജലഗണികളായതിനാൽ തന്നെ ഇവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. സോ ഇതാണ് മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് എന്ന് വെച്ചാൽ. ഇനി ഇതേ മേഘങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് PSC പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. ഭൂമുഖത്ത് നിന്ന് വളരെ ഉയരത്തിൽ രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇവ പല ആകൃതിയിലാണ് ഈ മേഘങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഓരോ ക്ലൗഡ്സിൻ്റെ ആകൃതി എന്താ, അതിൻ്റെ സവിശേഷതകൾ എന്താ, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മേഘങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബേസിക് ആയിട്ട് 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ആണുള്ളത്. ആ 4 ടൈപ്സ് നോക്കിക്കേ നിങ്ങൾ: സിറസ് ക്ലൗഡ്സ്, ക്യൂമുലസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ്. അപ്പം എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ മേഘങ്ങളെ ഏറ്റവും ബേസിക് ആയിട്ട് 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ആ 4 തരംതിരിവാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സിറസ് ക്ലൗഡ്സ് എന്താ, ക്യൂമുലസ് ക്ലൗഡ്സ് എന്താ, സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്താ, നിംബസ് ക്ലൗഡ്സ് എന്താ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈപ്സ് ഓഫ് ക്ലൗഡ്സിൽ തന്നെ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് സിറസ് ക്ലൗഡ്സ് ആണ്. സിറസ് ക്ലൗഡ്സ്, ഈ പിക്ചർ ഒന്ന് നോക്കിക്കാൻ നിങ്ങൾ. ഇത്തരത്തിലുള്ള ക്ലൗഡ്സ് നമ്മൾ മിക്ക ദിവസങ്ങളിലും കാണാറുണ്ടല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിൽ മിക്കപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ക്ലൗഡ്സ് ആണ് ഈ ടൈപ്പ് ഓഫ് ക്ലൗഡ്സ്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നോക്കിക്കേ, ഏകദേശം 8000 മീറ്റർ മുതൽ 1200 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത്. ഏകദേശം 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നവയാണ് ഈ ഒരു സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് കാണപ്പെടുന്നതെന്ന് അറിയോ? തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിലാണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിലാണ് ഇത് മിക്കപ്പോഴും കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇതെങ്ങനെയാണ്, വളരെ ഉയരത്തിലാണ് ഇത്തരം ക്ലൗഡ്സ് കാണപ്പെടുന്നത്. ഉയരത്തിന് മാത്രമല്ല, ഇതെങ്ങനെയാണ് കാണുന്നത്, നേർത്ത തൂവൽ കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ക്ലൗഡ്സ് ഏതാണ്? സിറസ് ക്ലൗഡ്സ് ആണ് അല്ലേ. ഇത് എപ്പോഴാണ് കാണുന്നത്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിലാണ് കാണുന്നത്, വളരെ ഉയരത്തിലാണ് കാണുന്നത്. ഏകദേശം എത്ര മീറ്റർ വരെയാ? ഏകദേശം 8000 മീറ്റർ തൊട്ട് 12000 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു സിറസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത് അല്ലേ. ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്താ? ഇവയ്ക്ക് എപ്പോഴും വെളുപ്പ് നിറമായിരിക്കും. അപ്പോൾ സിറസ് ക്ലൗഡ്സുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നു, ദിനാന്തരീക്ഷം അല്ലെ, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ കാണപ്പെടുന്നു, എപ്പോഴും ഇവയ്ക്ക് വെളുപ്പ് നിറമായിരിക്കും, അതുപോലെ തന്നെ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലൗഡ് നോക്കിയാലോ. അടുത്ത ക്ലൗഡ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് ആണ് ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ക്യൂമുലസ് ക്ലൗഡ്സിന്റെ പിക്ചർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇത്തരത്തിലുള്ള ക്ലൗഡ്സ് നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലേ. ഈ ക്ലൗഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവ പഞ്ഞിക്കെട്ടുകൾ പോലെയായിരിക്കും. നമുക്കിത് കാണുമ്പോൾ ഈ ക്യൂമുലസ് ക്ലൗഡ് എങ്ങനെയായിരിക്കും ഇരിക്കുക? അതാ ഈ പിക്ചറിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് ഈ ഒരു ക്ലൗഡ് കാണപ്പെടുക. ഇത് എത്ര മീറ്റർ തൊട്ടിട്ടാ? 4000 മീറ്റർ തൊട്ടിട്ട് 7000 മീറ്റർ വരെ ഉയരത്തിലായിരിക്കും ഏത് ക്ലൗഡ്സ് കാണുന്നത്? നമ്മുടെ ഈ ക്യൂമുലസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെയായിരിക്കുന്നത്, ഇതിന്റെ അടിഭാഗം എങ്ങനെയാ? അടിഭാഗം ഇങ്ങനെ പരന്നായിരിക്കും ഇരിക്കുക.
അപ്പം പരന്ന അടിഭാഗത്തോട് കൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിലായിരിക്കും ഈ മേഘങ്ങൾ നമ്മൾ ആകാശത്ത് കാണുന്നത് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്തരം മേഘങ്ങൾ എപ്പോഴും അങ്ങിങ്ങായി ആകാശത്ത് ചിതറിക്കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. പഞ്ഞിക്കെട്ടുകൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന പോലെ നമുക്ക് കാണാറില്ലേ, ചില മേഘങ്ങളെ കാണാറില്ലേ. ആ മേഘങ്ങളാണ് ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്, നമ്മുടെ ക്യൂമുലസ് ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ക്യൂമുലസ് ക്ലൗഡ്സ് എന്തിന്റെ ബേസിസിലാണ് രൂപം കൊള്ളുന്നത്, ഉയർന്ന സംവഹന പ്രവാഹത്തിന്റെ ഫലമായിട്ടാണ് ഇവ രൂപം കൊള്ളുന്നത്. ഇത് ഏത് ദിശയിലാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് അറിയോ, ക്യൂമുലസ് ക്ലൗഡ്സ് വ്യാപിച്ചു കിടക്കുന്നത് ലംബ ദിശയിലാണ്. അപ്പോൾ ക്യൂമുലസ് ക്ലൗഡ്സുമായിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ തന്നെയാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഇതിന്റെ ഷേപ്പും അല്ലെങ്കിൽ ഇതിന്റെ എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതിന്റെ ദിശ ഏതാണ്, ഇതിന്റെ നിറം ഏതാണ് എന്ന രീതിയിലാണ് PSC മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്ലൗഡും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ക്ലൗഡാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ഈ സ്ട്രാറ്റസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്, ഏകദേശം താഴ്ന്ന വിതാനങ്ങളിലാണ് അല്ലെ, ഏറ്റവും അടിത്തട്ടിലായിട്ട് കനത്ത പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇത്തരത്തിലുള്ള മേഘങ്ങളെയൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് അല്ലെ, താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആകാശത്തിന്റെ ഭൂരിഭാഗവും അല്ലെ, സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന ക്ലൗഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അതായത് അത്രയും ഏരിയ എന്താകുന്നുണ്ട്, അത്രയും ഏരിയ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, താപനഷ്ടം മൂലമോ അല്ലെങ്കിൽ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായു സഞ്ചയങ്ങളുടെ സങ്കലനം മൂലമോ ഒക്കെയാണ് ഇവ രൂപം കൊള്ളുന്നത്. അപ്പൊ ഇത് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മളിപ്പോൾ 3 ക്ലൗഡ്സ് പഠിച്ചു കഴിഞ്ഞല്ലേ, ഇനി നമ്മൾ 4ാമത്തെ ക്ലൗഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. 4ാമത്തെ ക്ലൗഡ്സ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഏതാണ് അപ്പോൾ 4ാമത്തെ ക്ലൗഡ്? 4ാമത്തെ ക്ലൗഡിന്റെ പേരാണ് നിംബസ് ക്ലൗഡ്സ് അല്ലേ. അപ്പൊ എന്താണ് നിംബസ് ക്ലൗഡ്സ് എന്ന് നോക്കിയാലോ. നിംബസ് ക്ലൗഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കപ്പോഴും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന ക്ലൗഡ്സ് ഇല്ലേ, അതെങ്ങനെയിരിക്കുന്നത്, ഒന്നെങ്കിൽ ഇരുണ്ട നിറത്തിലായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചാര നിറത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇരുണ്ട നിറത്തിലോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഒക്കെ നമ്മൾ കാണുന്ന ക്ലൗഡ്സ് ഇല്ലേ, ആ ക്ലൗഡ്സിനെ വിളിക്കുന്ന പേരാണ് നിംബസ് ക്ലൗഡുകൾ. ഇവയെ മഴമേഘങ്ങൾ എന്നും എന്ത് ചെയ്യാറുണ്ട്, മഴമേഘങ്ങൾ എന്നും ഈ ക്ലൗഡുകൾ അറിയപ്പെടാറുണ്ട്. അപ്പം ഇത് എവിടെയാണ് രൂപം കൊള്ളുന്നതെന്ന് അറിയോ, ഇവ കൂടുതലും കാണപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിനോട് ഏറ്റവും ചേർന്നിട്ടായിരിക്കും നമ്മുടെ ഈ നിംബസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് സാന്ദ്രത വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ ഇത് അധാര്യമായതാണ്. അതുകൊണ്ട് തന്നെ സാന്ദ്രത വളരെ കൂടുതലും ഇവ അധാര്യമായതുമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്താണ് പോയിന്റ്? സാന്ദ്രത കൂടുതലാണ്, അതുപോലെ തന്നെ അധാര്യമായതാണ്. സോ എന്തിനെ കടത്തിവിടുന്നില്ല, സൂര്യപ്രകാശത്തെ ഈ മേഘങ്ങൾ നിംബസ് ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നില്ല, കടത്തിവിടുന്നില്ല. ഓക്കെ, ചിലപ്പോഴൊക്കെ ഈ മേഘങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഭൗമോപരിതലത്തിൽ സ്പർശിക്കും വിധം വളരെ താഴെയായിട്ടും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഈ നിംബസ് ക്ലൗഡ്സ് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ മുന്നേ പഠിച്ച 3 ക്ലൗഡ്സിനും എന്തെങ്കിലുമൊക്കെ ആകൃതി ഉണ്ടായിരുന്നല്ലേ. ആദ്യം പഠിച്ച ക്ലൗഡ്സിൽ നമ്മൾ പഠിച്ചു അതിന് തൂവൽ കെട്ടിന്റെ ആകൃതിയാണ്. രണ്ടാമത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു പഞ്ഞിക്കെട്ടുകൾ പോലത്തെ ആകൃതിയിലുള്ള ക്ലൗഡാണ് ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് പഠിച്ചു. അപ്പോൾ ഓരോ ക്ലൗഡിനും നമ്മൾ ഓരോ ആകൃതി പഠിച്ചിരുന്നു. എന്നാൽ നിംബസ് ക്ലൗഡ്സിലേക്ക് വരുമ്പം നിംബസ് ക്ലൗഡ്സിന് എന്തില്ല, പ്രത്യേകിച്ചൊരു ഷേപ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ആകൃതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 മേഘങ്ങളെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു നമ്മൾ പരിചയപ്പെട്ട മേഘങ്ങൾ? സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യൂമുലസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ് അല്ലേ. അങ്ങനെ നാലോളം മേഘങ്ങളെ നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മേഘങ്ങളുടെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം ആ ക്ലാസിഫിക്കേഷനും കൂടി നിങ്ങളൊന്ന് നോക്കുക. അപ്പം ഉയരത്തിന്റെ അടിസ്ഥാനത്തിലും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മേഘങ്ങളെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം നോക്കിക്കേ, വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ഹൈ ക്ലൗഡ്സ്. ഓക്കെ, വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ഹൈ ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന കുറച്ച് മേഘങ്ങളുണ്ട്. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഹയർ ആൾട്ടിറ്റ്യൂഡ്, മിഡിൽ ആൾട്ടിറ്റ്യൂഡ്, ലോവർ ആൾട്ടിറ്റ്യൂഡ്, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഉയരങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഹയർ പോസ്റ്റിൽ നിൽക്കുന്ന മേഘങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഉയർന്ന വിധാനത്തിൽ കാണുന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ഹയർ ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഹയർ ക്ലൗഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഹയർ ക്ലൗഡ്സിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹൈ ക്ലൗഡ്സിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ സീറസ് ക്ലൗഡ്സ്, അതുപോലെ തന്നെ സീറോ സ്ട്രാറ്റസ് ക്ലൗഡ്സ്, സീറോ ക്യൂമുലസ് ക്ലൗഡ്സ് എന്നിവയൊക്കെ. ഇതിൻ്റെ ഒരു ഏകദേശം ഇതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20,000 തൊട്ടിട്ട് 40,000 വരെ, അത്രയും ഹൈറ്റിലായിരിക്കും ഈ ഹയർ ക്ലൗഡ്സ് ഉണ്ടാവുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ക്ലൗഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് മധ്യമേഘങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീഡിയം ക്ലൗഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഇവ 7,000 തൊട്ടിട്ട് 20,000 ഉയരത്തിലായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു മധ്യമേഘങ്ങൾ ഉണ്ടാവുക. ഈ ഒരു മധ്യമേഘങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? നമ്മൾ നേരത്തെ പഠിച്ച ടൈപ്സ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഈ മധ്യമേഘങ്ങൾ ഉൾപ്പെടുന്ന ക്ലൗഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ടോ സ്ട്രാറ്റസ് ക്ലൗഡ്സും അതുപോലെ തന്നെ ആൾട്ടോ ക്യൂമുലസ് ക്ലൗഡ്സും ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഹൈ ക്ലൗഡ്സ് പഠിച്ചു. ഹൈ ക്ലൗഡ്സ് എന്താണ്? ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന ക്ലൗഡ്സ്. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന ക്ലൗഡ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സീറോ സ്ട്രാറ്റസ് ക്ലൗഡ്സ്, അതുപോലെ തന്നെ സീറോ ക്യൂമുലസ് ക്ലൗഡ്സ്, സീറസ് ക്ലൗഡ്സ്. അത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ സീറസ് ക്ലൗഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന ക്ലൗഡ്സ് ആണ് സീറസ് ക്ലൗഡ്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അത് കമ്പയർ ചെയ്യാം. വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സീറസ് ക്ലൗഡ്സുമായി ബന്ധപ്പെട്ട മേഘങ്ങളായിരിക്കും എന്തെന്ന് പറയുന്നത് ഹൈ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ പേരുകൾ നോക്കിക്കേ. ഹൈ ക്ലൗഡ്സിൽ ഉൾപ്പെടുന്നവയാണ് സീറസ് ക്ലൗഡ്സ്. ഓൾറെഡി നമുക്കറിയാം നല്ല ഉയരത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഇതേ സീറസ് ക്ലൗഡ്സും നമ്മുടെ സ്ട്രാറ്റസ് ക്ലൗഡ്സും ഇല്ലേ, സീറസ് ക്ലൗഡ്സും സ്ട്രാറ്റസ് ക്ലൗഡ്സും കൂടി മെർജ് ചെയ്യുമ്പം എന്ത് ക്ലൗഡ് ഉണ്ടാകും? സീറോ സ്ട്രാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൗഡ് ഉണ്ടാവും. അപ്പോൾ അതും എന്താണ്? അതും വളരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താ? നമ്മൾ സീറസ് ക്ലൗഡിൻ്റെ കൂടെയാണ് ഇത് മെർജ് ചെയ്തേക്കുന്നത് അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് നോക്കാം, സീറസ് ക്ലൗഡിൻ്റെ കൂടെ ക്യൂമുലസ് ക്ലൗഡ് മെർജ് ചെയ്തു. അപ്പോൾ എന്തായി? അപ്പോൾ ആ മേഘം എന്ത് പേരിൽ അറിയപ്പെട്ടു? സീറോ ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സീറസുമായി ബന്ധപ്പെട്ട ക്ലൗഡുകളെല്ലാം ഏത് ക്ലൗഡ്സാ? ഹൈ ക്ലൗഡ്സ് ആണ് അല്ലേ. അടുത്ത ക്ലൗഡ് നോക്കിക്കേ, മധ്യമേഘങ്ങൾ അല്ലെങ്കിൽ മീഡിയം ക്ലൗഡ്സ്. മീഡിയം ക്ലൗഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഏത് ക്ലൗഡിനെയാണ് പഠിച്ചേക്കുന്നത്? ആൾട്ടോ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ആൾട്ടോ വെച്ചിട്ടൊരു മേഘത്തിനെ പറ്റി കേൾക്കുകയാണെങ്കിൽ അത് എന്ത് മേഘങ്ങളാ? അത് മധ്യമേഘങ്ങളാണ്. അപ്പം ആൾട്ടോ സ്ട്രാറ്റസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ ആൾട്ടോ ക്യൂമുലസ് ക്ലൗഡ്സ് എന്നൊക്കെ പറയുന്നത് മധ്യമേഘങ്ങളാണ്. അപ്പോൾ ആൾട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം? മീഡിയം ക്ലൗഡ്സ് അല്ലെങ്കിൽ മധ്യമേഘങ്ങളെ ഓർക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് താഴ്ന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ലോ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ലോ ക്ലൗഡ്സിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ, സ്ട്രാറ്റോ ക്യൂമുലസ് ക്ലൗഡ്സ്, നിംബോ സ്ട്രാറ്റസ് ക്ലൗഡ്സ്. അപ്പോൾ സ്ട്രാറ്റസ് എന്നുള്ള വാക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ ഏതിനെ ഐഡന്റിഫൈ ചെയ്യാൻ? നമ്മുടെ ഈ താഴ്ന്ന മേഘങ്ങൾ അല്ലെങ്കിൽ ലോ ക്ലൗഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പം സ്ട്രാറ്റസ് ക്ലൗഡ്സിൻ്റെ കൂടെ ക്യൂമുലസ് ചേരുമ്പോൾ സ്ട്രാറ്റോ ക്യൂമുലസ് ക്ലൗഡ്സ് ആയി. സ്ട്രാറ്റസിൻ്റെ കൂടെ നിംബസ് ക്ലൗഡ് ചേരുമ്പോൾ എന്താകുന്നു? നിംബോ സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആയി. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്? ലോവർ ക്ലൗഡ്സിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഉയരങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന മേഘങ്ങൾ. നമ്മൾ വ്യാപിച്ച് കിടക്കുന്ന മേഘങ്ങളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നോക്കിക്കേ, ഇത് ഏകദേശം 2,000 തൊട്ട് 30,000 ഫീറ്റ് വരെ എന്തായിട്ടുണ്ടാവും? വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. ഇത്തരം ക്ലൗഡ്സിന് എക്സാമ്പിൾ ആണ് ക്യൂമുലസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ ക്യൂമുലോ നിംബസ് ക്ലൗഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പം ക്ലൗഡുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലൗഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്തു നോക്കാം. ഈ ചോദ്യം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ചോദ്യം 1, താഴെ പറയുന്ന പ്രസ്താവനകളിൽ സീറസ് മേഘങ്ങളെ കുറിച്ച് ശരിയായത് ഏത്? കീവേഡ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ക്ലൗഡിനെ പറ്റിയാ? സീറസ് ക്ലൗഡിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒന്നെന്താ? അവ താഴ്ന്ന തലങ്ങളിൽ കട്ടിയുള്ള പാളികളായി കാണപ്പെടുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ? ആലോചിക്കൂ. അടുത്ത് നോക്കിക്കേ, അവ വളരെ ഉയരത്തിൽ നേർത്ത തൂവലുകൾ പോലെ കാണപ്പെടുന്നു. ശരിയാണോ തെറ്റാണോ? എന്താണ്? നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചതാണ് അല്ലേ, സീറസ് ക്ലൗഡ്സ് ഫസ്റ്റ് തന്നെ പഠിച്ചതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, അവ കറുത്തതോ ചാര നിറത്തിലുള്ളതോ ആയിരിക്കും, സൂര്യപ്രകാശത്തെ തടയുന്നു. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഉള്ള മേഘങ്ങളെ എന്ത് മേഘങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? നമ്മൾ മഴ പെയ്യുമ്പോഴാണ് അത്തരം മേഘങ്ങൾ നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത്. അപ്പം മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ സീറസ് ക്ലൗഡ്സ് ആണോ? സീറസ് ക്ലൗഡ്സ് അല്ല, അത് നിംബസ് ക്ലൗഡ്സ് ആണ് അല്ലേ, നിംബസ് ആണ്. ഓക്കെ,
അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഓപ്ഷൻ ഡി നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു, ഓപ്ഷൻ സിയും നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാം 2 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നമുക്കിവിടെ ബാക്കി നിൽക്കുന്നത് എയും ബിയും മാത്രമാണ്. ഈ എയിലും ബിയിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻ ഏതാ? ബി മാത്രമേ ഉള്ളൂ അല്ലേ? ബി 2 മാത്രം. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് അല്ലേ? അപ്പോൾ ഇതിലെ ആൻസർ നോക്കിക്കുക, അവ വളരെ ഉയരത്തിൽ നേർത്ത തൂവലുകൾ പോലെ കാണപ്പെടുന്നു. ഇതാണ് സിറസ് ക്ലൗഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പം മനസ്സിലായില്ലേ ഈ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും അതിനെ എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താമെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. താഴെ പറയുന്ന മേഘരൂപീകരണത്തെയും മേഘങ്ങളുടെ തരങ്ങളെയും കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളിൽ നീരാവി ഘനീഭവിക്കുമ്പോഴാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ? ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ക്യുമുലസ് മേഘങ്ങൾ ആകാശത്തിന്റെ ഭൂരിഭാഗവും മൂടുന്ന പാളികളായിട്ട് കാണപ്പെടുന്നു. ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇനി നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയാലോ. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നമുക്കിതിൽ ഈസി ആയിട്ട് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം? ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം എന്താ? ആ സെക്കൻഡ് ബി എന്ന ഓപ്ഷനിൽ 1 ഇല്ല അല്ലേ? 2 and 3 ഓൺലി ഉള്ളൂ. അപ്പോൾ നമുക്ക് ബി വെട്ടിക്കളയാം. ഇനി നിങ്ങൾ നോക്കിക്കേ, ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കിക്കേ, ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. നിംബോസ്ട്രാറ്റസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ. നമ്മൾ നിംബസ് ക്ലൗഡ്സിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഉള്ളതായിരിക്കും മഴമേഘങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ദാ നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ, മഴമേഘങ്ങൾ, അത് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻ എയും എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 1ഉം 3യും കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലേ? 1ഉം 3യും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ക്യുമുലസ് മേഘങ്ങൾ ആകാശത്തിന്റെ ഭൂരിഭാഗവും മൂടുന്ന പാളികളായി കാണപ്പെടുന്നു. ക്യുമുലസ് മേഘങ്ങളാണോ ആകാശത്തിന്റെ ഭൂരിഭാഗവും മൂടപ്പെടുന്നത്? നമ്മൾ പഠിച്ചതല്ലേ? ഏത് മേഘങ്ങളാണ് ആകാശത്തിന്റെ ഭൂരിഭാഗവും മൂടപ്പെടുന്ന ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്? ഏത് മേഘങ്ങളായിരുന്നു? സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ് അല്ലേ? സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 and 3 ഓൺലി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കിയാലോ? ദാ ഈ ചോദ്യം നോക്കിക്കോളൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മേഘങ്ങളുടെ ഉയരത്തെയും രൂപത്തെയും കുറിച്ച് ശരിയായത് ഏത്? ശരിയായ പ്രസ്താവനയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കേ. ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ 20,000 മുതൽ 40,000 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഉയർന്ന മേഘങ്ങളാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന തലങ്ങളിൽ ഷീറ്റുകൾ പോലെ കാണപ്പെടുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റോ. ക്യുമുലോ നിംബസ് മേഘങ്ങൾക്ക് താഴ്ന്ന തലം മുതൽ ഉയർന്ന തലം വരെ വലിയ ലംബമായ വ്യാപ്തിയുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ഇടണം. കമന്റ് ബോക്സിൽ ഞാൻ ഇതിന്റെ ആൻസർ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും വേഗം എന്ത് ചെയ്യുക? ഇതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മേഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് വളരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും വരും. അതായത് ഡെപ്ത് ലെവലിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെറിയ രീതിയിൽ, ഇപ്പോൾ ഇരുണ്ട മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏത്, അല്ലെങ്കിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത്, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് വളരെ ചെറിയൊരു പാഠഭാഗമായിരുന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഇനി ഒരു 60ഓളം ദിവസങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. പഠിച്ചു പോയാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്യണം അല്ലേ? കൃത്യമായ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കൊരു ഹയർ റാങ്കിലോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു
പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. 60 days ക്രാഷ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്